ഈ പൂ കണ്ടോ നിങ്ങൾ? ഇത് ഈ മഞ്ഞപ്പൂക്കൾ ഈ യൂറോപ്യൻ കൺട്രിയിലെ എവിടെ റോഡ് അരികളിലൂടെയൊക്കെ സ്പ്രിംഗ് സീസണിൽ നമ്മൾ പോകുമ്പോൾ വേനൽക്കാലത്ത് നല്ല ഉണ്ടായി നിൽക്കുന്നതാണ്. ഇതിന് കോമൺ ഡാൻഡില എന്നാണ് ഈ ഫ്ലവറിൻ്റെ പേര്. കോമൺ ഡാൻഡിലോൺ. ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ ആൾക്കാർക്കൊരു ശല്യമാണ്. ഇതിൻ്റെ പോളിനേഷൻ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഇതിൻ്റെ ഇത് ഉണങ്ങിയ ഇത് കഴിയുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ നാട്ടിൽ അപ്പൂപ്പൻ തടി പോലത്തെ അത് വന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് അരിയും ഇതെല്ലാം പറന്ന് എല്ലാ പറമ്പിലും പോയി കിടന്ന് ഇത് കിളിക്കും. പക്ഷേ ഇത് നിൽക്കുന്ന കാണാനൊരു രസമാണ്. ഇത് പക്ഷേ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വേരിനുള്ളിലെ ഒരു കായുണ്ട്, ഒരു നമ്മൾ പറയുന്ന ശതാവരിക്കായ പോലത്തെ ആ കായും ഈ പൂവിൻ്റെ ഇതളും എല്ലാം കൂടെ നമ്മൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഡിസീസ് ഉള്ളവർക്ക് ലിവർ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് ഷുഗർ റെഡ്യൂസ് ആകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ റെഡ്യൂസ് ആകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബ്ലഡ് തിന്നിങ് മെഡിസിൻ എടുക്കുന്നവർ, ഡയററ്റിക്സ് മെഡിസിൻ, അതായത് ലാസ്റ്റിക്സ് ഒക്കെ പോലെ എടുക്കുന്നവർക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവർക്ക് ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഉള്ളിലെ കായും ഒക്കെ എടുത്ത് തിളപ്പിച്ച് കുടിക്കും. ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതെല്ലാ പരലോളം ഭയങ്കര കോമൺ ആയിട്ട് ഉള്ളത് കൊണ്ട് ആൾക്കാർക്കിത് ശല്യമാണ്. അവരെല്ലാം പറമ്പെല്ലാം വൃത്തിയാക്കുക എന്ന് പറയും. ഇപ്പോൾ എൻ്റെ പറമ്പിലുണ്ടായ പൂക്കളാണിതല്ലേ, നിങ്ങൾക്ക് കാണാം. ഇതിവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. പറമ്പിൽ ഫുള്ള് ഇങ്ങനെ നിൽക്കുകയാണ്. പല ടൈപ്പിൽ പൂക്കളുണ്ട്. ഇത് കണ്ട ഒരു വയലറ്റ് കളറിൻ്റെ പൂവുണ്ടോ, ഇതിൻ്റെ ചെറുത്, അതൊക്കെ കാണാൻ നല്ല രസമാണ്. ജസ്റ്റ് ഞാനിത് എൻ്റെ പറമ്പിൽ ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തന്നേ ഉള്ളൂ. ഓക്കെ.